134/2024 കാറ്റഗറി നമ്പറിൽ PS നടത്തിയ ഓഫീസ് അറ്റൻഡർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറയുടെ പ്രസിദ്ധീകരണങ്ങൾ പെടാത്തത്. താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറയുടെ പ്രസിദ്ധീകരണങ്ങൾ പെടാത്തത് അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, വേദാധികാര നിരൂപണം, അരുൾനൂൽ എന്നിവയാണ്. ആത്മാനുതാപം, ഇടയനാടകങ്ങൾ, നാലാംഗമങ്ങൾ, ധ്യാനസല്ലാപങ്ങൾ എന്നിവ മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. വേദാധികാര നിരൂപണം ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ്. അരുൾനൂൽ വൈകുണ്ഠസ്വാമികളുടെ കൃതി. അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം എന്നിവ വാഗ്ഭടാനന്ദന്റെ കൃതികളാണ്. ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുളച്ചൽ യുദ്ധം. ക്യാപ്റ്റൻ ഡിലനോയ് കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10-നാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ്. തിരുവിതാംകൂറിന്റെ സർവ്വ സൈന്യാധിപനായ വിദേശിയാണ് ഡിലനോയ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയ്. ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ജോസഫ് നോയൽ പാറ്റൺ. ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ജോസഫ് നോയൽ പാറ്റൺ. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് 1859 ജോസഫ് നോയൽ പാറ്റൺ ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത്. നന്ദലാൽ ബോസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രമാണ് സതി. കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുത്ത നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചന്തക്കാരൻ. 1938 ഹരിപുരയിൽ നടന്ന INC സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ് ഗ്രാമീണ ചന്തക്കാരൻ. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷർഗിൽ. താഴെ പറയുന്നവരിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. താഴെ പറയുന്നവരിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് ആനി ബസന്റ്, S സുബ്രഹ്മണ്യ അയ്യർ, ലോകമാന്യ തിലക് എന്നിവർ. 1916 ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. ഹോം റൂൾ എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ആനി ബസന്റ്. ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളാണ് ആനി ബസന്റ്, ബാലഗംഗാധര തിലക് എന്നിവർ. ആനി ബസന്റിന്റെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഓണററി പ്രസിഡന്റ് ആണ് S സുബ്രഹ്മണ്യ അയ്യർ. ഫ്രാൻസിലെ ജാക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി. ഫ്രാൻസിലെ ജാക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ഫ്രാൻസിലെ ജാക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്മരണാർത്ഥം സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. 2024 ഐക്യരാഷ്ട്രസഭ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? 2024 ഐക്യരാഷ്ട്രസഭ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടക വർഷം. 2024 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടക വർഷമായാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2025 ഹിമാനികളുടെ സംരക്ഷണ വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം. 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം, റേഞ്ച് ലാൻഡുകളുടെയും പാസ്റ്റോറലിസ്റ്റുകളുടെയും അന്താരാഷ്ട്ര വർഷം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഭൂമി സൂര്യനോട് അടുത്തു വരുന്ന സൂര്യസമീപ ദിനം എന്നാണ്? ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഭൂമി സൂര്യനോട് അടുത്തു വരുന്ന സൂര്യസമീപ ദിനം എന്നാണ്? ജനുവരി 3. സൂര്യസമീപ ദിനം ജനുവരി 3. എന്നാൽ സൂര്യവിദൂര ദിനം, സൂര്യോച്ചം എന്നെല്ലാം അറിയപ്പെടുന്നത് ജൂലൈ 4. നമ്മുടെ രാജ്യത്തിന്റെ ധരാതരീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. നമ്മുടെ രാജ്യത്തിന്റെ ധരാതരീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. നമ്മുടെ രാജ്യത്തിന്റെ ധരാതരീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും
പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതരി ഭൂപടങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ. സഹ്യാദ്രിയിലെ മഹാബലേശ്വറിന് അടുത്തുനിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത്? സഹ്യാദ്രിയിലെ മഹാബലേശ്വറിന് അടുത്തുനിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ. സഹ്യാദ്രിയിലെ മഹാബലേശ്വറിന് അടുത്തുനിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദിയാണ് കൃഷ്ണ. കൃഷ്ണ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ഭീമ, തുംഗഭദ്ര, മാലപ്രഭ, പാഞ്ച്ഗംഗ, മുസി, ഗൗഡപ്രഭ, കൊയ്ന. ഉപദ്വീപീയ നദികളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം കൃഷ്ണയ്ക്കാണ്. തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ. താഴെ പറയുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏത്? ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ. പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. പുനഃസ്ഥാപന ശേഷി ഉള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, വേലിയോർജം എന്നിവ. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാതയാണ് NW3. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത NW3. NW1 അലഹാബാദ് മുതൽ ഹാൽദിയ വരെ. NW2 സാദിയ മുതൽ ദുബ്രി വരെ. NW3 കൊല്ലം മുതൽ കോഴിക്കോട് വരെ. NW4 കാക്കിനട മുതൽ പുതുച്ചേരി വരെ. NW5 തൽച്ചാർ മുതൽ ധാംന വരെ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണ് NW3. വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോം ഏത്? വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോമാണ് അനുവാദിനി. വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോമാണ് അനുവാദിനി. അനുവാദിനി വികസിപ്പിച്ചത് ആൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അണ്ടർ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. 22 ഇന്ത്യൻ പ്രാദേശിക ഭാഷകളെയും വിദേശ ഭാഷകളെയും അനുവാദിനി പിന്തുണയ്ക്കുന്നു. യൂസറിന് ആവശ്യാനുസരണം ചിത്രങ്ങളും ആനിമേഷനുകളും 3D മോഡലുകളും എളുപ്പത്തിൽ സൃഷ്ടിക്കുന്നതിന് ജനറേറ്റീവ് AI ഉപയോഗിക്കുന്ന ഒരു സൗജന്യ ഇമേജ് ക്രിയേഷൻ ടൂളാണ് ലിയോനാർഡോ. ഓപ്പൺ AI വികസിപ്പിച്ചെടുത്ത AI ചാറ്റ്ബോട്ട് ആണ് ChatGPT. ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത AI ചാറ്റ്ബോട്ട് ആണ് ജെമിനി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? മനുഷ്യ വിഭവശേഷി വികസനം ആയിരുന്നു ലക്ഷ്യം എന്നതിനാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത്. മെഹൽനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്കു നിർമ്മാണശാലകൾ നിർമ്മിച്ചു എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. രണ്ടാം വ്യവസായിക നയം പ്രഖ്യാപിച്ച വർഷം 1956. രണ്ടാം വ്യവസായിക പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ 1956 മുതൽ 1961 വരെ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണിത്. ഉപലക്ഷ്യങ്ങൾ തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക, ഗതാഗത പുരോഗതി, മിശ്ര സമ്പദ് വ്യവസ്ഥ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മാണം ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലകളാണ് ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചുള്ളതാണ്? ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്ലാനിംഗ് കമ്മീഷന് പകരമായി 2015 ജനുവരി 1 നിലവിൽ വന്നിട്ടുള്ളതാണ് നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതാണ് ഇതിന്റെ ഫുൾ ഫോം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിദഗ്ധോപദേശം നൽകുന്ന ഉപദേശക സമിതിയാണിത്. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. ചെയർമാൻ നരേന്ദ്രമോദി. വൈസ് ചെയർമാൻ സുമൻ ബെറി. CEO BVR സുബ്രഹ്മണ്യം.
ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. പുത്തൻ സാമ്പത്തിക നയങ്ങളാണ് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് വാണിജ്യ ബാങ്കുകൾ. താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് വാണിജ്യ ബാങ്കുകൾ. ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ, ഇൻഷുറൻസ് കമ്പനികൾ, മ്യൂച്വൽ സേവിങ്സ് ബാങ്കുകൾ എന്നിവ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ്. ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഇതിന്റെ വക്താവ് MS സ്വാമിനാഥനാണ്. ആദ്യ കാലഘട്ടത്തിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണിത് എന്നിവയാണ്. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം 1960 പകുതി മുതൽ 1970 പകുതി വരെ. രണ്ടാം ഘട്ടം 1970 പകുതി മുതൽ 1980 പകുതി വരെ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ ഡോക്ടർ MP സിംഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി C സുബ്രഹ്മണ്യം. പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? ഒന്നാം സ്ഥാനം. പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനമാണ്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് അരവിന്ദ് പനഗാരിയ. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് അരവിന്ദ് പനഗാരിയ. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ? ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി. ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിയമിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ജനസംഖ്യ ആനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചിരുന്നു. ഈ പ്രസ്താവനകൾ ശരിയാണ്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 നവംബർ. രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം 389. ഇന്ത്യ വിഭജനത്തിന് ശേഷം 299. താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ ഭരണഘടനയിലെ 7ാം പട്ടികയിലെ ലിസ്റ്റുകൾ, അവശിഷ്ടാധികാരങ്ങൾ എന്നിവയുമായി യോജിപ്പിച്ചതിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായവ തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റ്, ഭൂമി സംസ്ഥാന ലിസ്റ്റ് എന്നിവയാണ്. തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റ്, ഭൂമി സംസ്ഥാന ലിസ്റ്റ്. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏവ? ഈ ക്വസ്റ്റ്യനും PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ്. ലോക്സഭയിലെയും രാജ്യസഭയിലും മുഴുവൻ അംഗങ്ങളും ചേർന്നതാണ് ഇലക്ട്രൽ കോളേജ്. ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷം. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെ പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരവും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് എന്നതും മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരമായിരിക്കും എന്നതുമാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏവ? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏവ?
1, 3 എന്നിവയാണ് തെറ്റായ പ്രസ്താവന. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷ്യം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. സ്വീപ് എന്നത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധവും തെരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിപാടിയാണ് എന്നീ പ്രസ്താവനകൾ ശരിയാണ്. 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവന 2, 3 എന്നിവയാണ്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നു. ഓരോ അതിർത്തി നിർണയത്തിനു ശേഷവും സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമപ്രകാരം നിർണയിക്കും എന്നീ പ്രസ്താവനകൾ ശരിയാണ്. 106ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് ദ്രൗപദി മുർമു. ഇതിന്റെ മറ്റൊരു പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയമം. പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലാണിത്. 2023 സെപ്റ്റംബർ 19 അർജുൻ റാം മേഘ്വാളാണ് അവതരിപ്പിച്ചത്. ബില്ല് ലോക്സഭയിൽ അംഗീകരിച്ചത് 2023 സെപ്റ്റംബർ 20. ബില്ല് രാജ്യസഭ അംഗീകരിച്ചത് 2023 സെപ്റ്റംബർ 21. ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2023 സെപ്റ്റംബർ 28. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്? അനുച്ഛേദം 243K. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായത് അനുച്ഛേദം 243K പ്രകാരം. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3. കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാൻ ആയിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാൻ ആയിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാനാണ് റവന്യൂ വകുപ്പ് മന്ത്രി. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ? ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളത്തിൽ രൂപപ്പെടുത്തിയ സർവീസാണിത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വന്നത് 2018 ജനുവരി 1 ആണ് എന്നീ പ്രസ്താവനകൾ ശരിയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാനിടയായ നിയമം കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർ. കേരളത്തിൽ നിന്നുള്ള റംസാൻ സൈറ്റുകളിൽ ഉൾപ്പെടാത്തത് ഏത്? കേരളത്തിൽ നിന്നുള്ള റംസാൻ സൈറ്റുകളിൽ ഉൾപ്പെടാത്തത് ഇവയൊന്നുമല്ല. ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ, വേമ്പനാട്ട് കായൽ എന്നിവ കേരളത്തിൽ നിന്നുള്ള റംസാൻ സൈറ്റുകളാണ്. അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ, വേമ്പനാട്ട് കായൽ എന്നിവയാണ് കേരളത്തിൽ നിന്നുള്ള റംസാൻ സൈറ്റുകൾ. 1971 ഫെബ്രുവരി 2 തണ്ണീർത്തട ഉടമ്പടി അംഗീകരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സൈറ്റ് സുന്ദർബൻ. കേരളത്തിലെ ഏറ്റവും വലിയ റംസാൻ സൈറ്റ് വേമ്പനാട്ട് കായൽ. ഏറ്റവും കൂടുതൽ റംസാൻ കേന്ദ്രങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിയമിക്കുന്നതിനായി 1ാം EMS സർക്കാരിന്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. താഴെ പറയുന്നവരിൽ ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ? സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിയമിക്കുന്നതിനായി 1ാം EMS സർക്കാരിന്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. താഴെ പറയുന്നവരിൽ ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ? സി അച്യുതമേനോൻ. സംസ്ഥാന സർക്കാരിന്റെ മിഠായി പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംസ്ഥാന സർക്കാരിന്റെ മിഠായി പദ്ധതി താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി. മിഠായി പദ്ധതി പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ്. ഏറെ പതിറ്റാണ്ടുകളായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന OR കേളു
കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു. താഴെ പറയുന്നവയിൽ ഏത് നിയോജക മണ്ഡലത്തെയാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്? OR കേളു മാനന്തവാടി നിയോജക മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക ക്ഷേമം എന്നീ വകുപ്പുകളാണ് ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാജ്യമാണ് ടെസ്സാ സിൽക്കിന്റെ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാജ്യമാണ് ടെസ്സാ സിൽക്കിന്റെ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തിൽ നിൽക്കുന്നത്? ഇന്ത്യ. കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏത്? കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ദൃഷ്ടിപടലം. കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ദൃഷ്ടിപടലം. കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളിയാണ് ദൃഷ്ടിപടലം. യോജക കലകളാൽ നിർമ്മിതമായ കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് ദൃഢപടലം. ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന കൺഭിത്തിയിലെ നീല നിറമുള്ള മധ്യപാളിയാണ് രക്തപടലം. ലെൻസിന് മുന്നിൽ ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ. ജമുനാപാരി, സൂർത്തി, മലബാറി എന്നിവ ഏതു വളർത്തുമൃഗത്തിന്റെ വിവിധ ഇനങ്ങളാണ്? ജമുനാപാരി, സൂർത്തി, മലബാറി എന്നിവ ഏതു വളർത്തുമൃഗത്തിന്റെ വിവിധ ഇനങ്ങളാണ്? ആട്. ജമുനാപാരി, സൂർത്തി, മലബാറി എന്നിവ ആടിന്റെ വിവിധ ഇനങ്ങളാണ്. കുരങ്ങുപനി എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏത്? കുരങ്ങുപനി എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു വൈറസ്. കുരങ്ങുപനി എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു വൈറസ്. WWFന്റെ ആസ്ഥാനം എവിടെയാണ്? WWFന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ്. WWFന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ്. 1961 ഏപ്രിൽ 29 സ്ഥാപിതമായ പ്രകൃതിയുടെ ഗവേഷണം, സംരക്ഷണം എന്നിവയ്ക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു അന്തർദേശീയ സംഘടനയാണ് WWF, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ. WWFന്റെ ചിഹ്നം ഭീമൻ പാണ്ട. എന്താണ് ശരണ്യ പദ്ധതി? എന്താണ് ശരണ്യ പദ്ധതി? സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. വിറ്റമിൻ B1ന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? വിറ്റമിൻ B1ന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബറി. വിറ്റമിൻ B1ന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ബെറിബറി. വിറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം നിശാന്തത. വിറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം സ്കർവി. വിറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം റിക്കറ്റ്സ് ഓർക്കാണ. 134/2024 കാറ്റഗറി നമ്പറിൽ PS നടത്തിയ ലബോറട്ടറി അറ്റൻഡർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്തത്. പാർട്ട് 2മായി വീണ്ടും കാണാം.